കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, കുടുംബം, കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ വർഷിപ്പിൽ ലീഡർ ചെയ്ത കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, ഈ രാത്രിയിലത്തെ മീറ്റിങ്ങിന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ നടുവിൽ നിങ്ങളോടൊപ്പം എന്നെ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ സാക്ഷിയാക്കി തീർത്ത ദൈവത്തിൻ്റെ വചനമായിട്ട് നിൽപ്പാൻ ദൈവം നൽകി തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ പാദപിടുത്തലായിരിക്കാം. ഈ കഴിഞ്ഞ പകലിലും ഈ രാത്രിയിലും എന്നെ ഇവിടേക്ക് ശുശ്രൂഷയ്ക്ക് വിളിച്ചതായ ദൈവദാസനും കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവവചന ചിന്തയിലേക്ക് കടപ്പാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപിടുത്തലായിരിക്കും. സമയം നമ്മുടെ മുമ്പിൽ പരിമിതമായിട്ട് നിൽക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന വചനങ്ങളൊക്കെയും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വചനങ്ങളാണ്. ദൈവാത്മാവിൻ്റെ നിയോഗം പോലെ, ദൈവാത്മാവിൻ്റെ പ്രേരണ പോലെ ഞങ്ങൾ കടന്നു വന്നതിൻ്റെയും ഞങ്ങൾ കടന്നു പോയതിൻ്റെയും അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ നടത്തിയതിൻ്റെയും സാക്ഷ്യം ദൈവവചനത്തിൻ്റെ ഇടയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ചില വാക്കുകൾ പറയുവാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിലായിരിക്കണം. നമ്മൾ കഴിഞ്ഞ പകലിൽ ചിന്തിച്ചതായ വചനം നമുക്കെടുക്കാം. സങ്കീർത്തന പുസ്തകം 91-ാമത്തെ അധ്യായം, അതിൻ്റെ 14 തുടങ്ങി 16 വരെയുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ നമ്മൾ വായിച്ചത് ചിന്തിക്കുവാൻ തുടങ്ങിയതേയുള്ളൂ. ഒന്നുകൂടെ അതൊന്ന് ഉറക്കെ 14 തുടങ്ങി 16 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കഴിഞ്ഞ പകലിൽ വന്നിട്ടില്ലാത്ത പലരും ഈ രാത്രിയിൽ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി കഴിഞ്ഞ പകലിൽ മെസ്സേജ് തന്നത് മുഴുവനും ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില പോയിന്റ് മാത്രം അവരെ കൊണ്ട് ഉൾപ്പെടുത്തി പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഈ 91-ാമത്തെ സങ്കീർത്തനം 14 തുടങ്ങി 16 വരെ വായിക്കുമ്പോൾ ഒരു ദൈവമക്കൾക്ക്, ഒരു ദൈവഭക്തന് ദൈവം ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹം, വിടുതൽ, സംരക്ഷണം, കരുതലിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ആർക്കാണ് അത് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനം 91-1 പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നത്. അങ്ങനെ അത്യുന്നതൻ ആരാണ് എന്ന് കഴിഞ്ഞ പകലിൽ നമ്മൾ ചിന്തിച്ചു, നമ്മുടെ മനസ്സിലേക്ക് വന്നു. വീണ്ടും അത് ആവർത്തിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആകാശത്തെ വിരിച്ച ദൈവം, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം, നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ സൃഷ്ടിച്ചാക്കിയ ദൈവം, അതാണ് അത്യുന്നതൻ. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ, ആ ദൈവത്തിൻ്റെ മറവിൽ നമ്മൾ വസിച്ച അല്ലെങ്കിൽ വസിക്കുന്ന ഒരു ഭക്തന് കിട്ടുന്ന 5 അനുഗ്രഹമാണ് 14 തുടങ്ങി 16 വരെയുള്ള വാക്യത്തിൽ പറയും. അതെന്തൊക്കെയാണ് അനുഗ്രഹം എന്ന് ആ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞ് 14-ാം വാക്യത്തിൽ പറയുന്നു, വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് കിട്ടുന്നത്? വിടുതൽ കിട്ടുന്നു. 2, അവനെ ഉയർത്തുന്നു. 3, ഉത്തരം തരുന്നു. 4, കൂടെ ഇരിക്കുന്നു. 5, തൃപ്തി തരുന്നു. 5 കാര്യങ്ങൾ.
അതിൽ വിടുവിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് മാത്രമാണ് കഴിഞ്ഞ പകലിൽ നമ്മൾ ചിന്തിച്ചത്. ആർക്കാണ് വിടുതൽ കിട്ടുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നേരം ദൈവത്തോട് പറ്റിയിരുന്ന 3 യൗവനക്കാരെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. 3 യൗവനക്കാർ ദൈവത്തോടു കൂടി പറ്റിയിരുന്നപ്പോൾ പതിവ് പോലെ കത്തുന്ന ചൂളയുടെ 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെ ബന്ധിച്ച് അവരെ തീയിലേക്ക് ഇട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും ഒക്കെ പറഞ്ഞു, അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിൻ തീക്കകത്തേക്ക് ചെന്നുപെട്ടപ്പോൾ നിനക്ക് മുമ്പ് വിടുവിക്കുന്ന ദൈവം തീയുടെ ബലത്തേക്ക് എടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന ശത്രു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ദുഷ്ടനായവൻ കൊണ്ടുവരുന്ന തീ പോലെ ആളിക്കത്തിച്ച പ്രശ്നമാക്കി നിന്നെയും നിന്റെ കുടുംബത്തെയും വലിച്ചെറിഞ്ഞ് ഇവിടെ കൊണ്ട് തീർത്ത് കളയുമെന്ന് പറയുമ്പോൾ പലരും നോക്കിക്കൊണ്ട് പറയും, നിന്റെ വിളിക്കുന്ന, നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവ മക്കൾക്ക് പറയണമില്ല, ഞാൻ ചെന്നു ചേരുന്നതിന് മുമ്പ് എന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരമിറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പകലിൽ ഒന്ന് ചിന്തിച്ചത്. വീണ്ടും ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് തന്നെ വന്നേ. അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരികയാണ്. 6-ാമത്തെ അധ്യായത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ വരണം, സമയം വളരെ കുറവാണ്, അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് വരണം. 6-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം തുടങ്ങി നമുക്കൊന്ന് വായിക്കാം. 6-ാം അധ്യായം അതിന് 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. നോക്കിക്കേ, ഇവിടുത്തെ മറ്റൊരു വിഷയം, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് നേരെ ഒരു കൂട്ടം ജനം തിരിയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. മറ്റേത് ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, അവിടെ തിരിഞ്ഞത് രാജാവാണ് കൽപ്പന പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. ഇവിടെ കാണുവാൻ കഴിയുന്നു, രാജാവിന് രക്ഷിക്കണമെന്ന് മനസ്സുണ്ട്, പക്ഷേ കൽപ്പന അങ്ങനെ ആക്കി വന്നതുകൊണ്ട് രക്ഷിക്കാൻ പറ്റാതെയായി മാറി. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഈ ഭക്തനെ, പ്രാർത്ഥിക്കുന്ന ഭക്തനെ, ആരെയാണ്? പ്രാർത്ഥിക്കുന്ന ഭക്തനെ. എത്ര നേരം പ്രാർത്ഥിക്കുന്നതാണ്? പ്രൈസ് ദി ലോർഡ്. എത്ര നേരം? 3 നേരം പ്രാർത്ഥിക്കുന്ന ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. അന്നേരം 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് നേരെ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഒരു ചടങ്ങ് പോലെ, ഒരു പതിവ് പോലെ രാവിലെയും പ്രാർത്ഥിച്ച് രാത്രിയിലും പ്രാർത്ഥിച്ച് ഞാനിതാ കിടക്കുന്നുവെന്ന് പറഞ്ഞ് കിടക്കുന്നവൻ്റെ അവസ്ഥ എന്താകും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 3 നേരവും ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ നേരെ ശത്രു രേഖ എഴുതുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. രേഖ എഴുതിയിട്ട് പറയുകയാണ്, നിനക്ക് കേട് വരുത്തുവാൻ അവൻ നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ 22-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവയുടെ വായടച്ചു. പ്രൈസ് ദി ലോർഡ്. അന്നേരം നോക്കിക്കേ, വിടുവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കേട് വരുത്താൻ വേണ്ടി ശത്രുക്കൾ ഒരുക്കി വെച്ച കെണിയിലേക്ക് നിന്നെ തള്ളി വിടുന്നതിന് മുമ്പ്, നിന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ്, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി, വിടുവിക്കുവാൻ വേണ്ടി എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അതിനു മുമ്പേ, നിനക്ക് മുമ്പേ അവിടെ അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. ഞാൻ ഒരിക്കലും അനാഥനല്ല, ഞാൻ ഒരിക്കലും അനാഥനായി പോയവനല്ല, എന്നെ വലിച്ചെറിഞ്ഞവനല്ല, എന്നെ കാക്കുമെന്ന് പറഞ്ഞ, എന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ, എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് പ്രശ്നത്തിന് മുമ്പ് ആ ദൈവത്തിന്റെ കരം എനിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ആ ഭാഗങ്ങളെക്കുറിച്ച് അല്പം കൂടെ വിശദീകരിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് എൻ്റെ അനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്കൊരു കുടുംബത്തെ തന്നു, 2 കുഞ്ഞുങ്ങളെ തന്നു. മോന് മൂത്തതാണ്, അവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മോള് +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്നതായ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ ചെറുതൊന്നുമല്ല. കേടുവരുത്തുവാൻ വർഷങ്ങളായിട്ട് ശത്രു ഞങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് എൻ്റെ പപ്പായും എൻ്റെ മമ്മി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അവർ 2 പേരും മരിച്ചത് 14 ദിവസത്തേക്ക്. പപ്പ മരിച്ച് 14 ദിവസം തികയുന്ന ദിവസം തന്നെ മമ്മിയും താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവരുടെ മരണം എന്നൊക്കെ പറയുന്നത് വളരെ പ്രത്യാശയുടെ മരണമാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, നാളെ 12 മണിയാവുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ചോദിച്ചു, എവിടെയാണ് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്? അന്നേരം ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതാണോ, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണോ, അതോ അമ്മ ജനിച്ചു വളർന്ന വീട്ടിലേക്കാണോ ഒക്കെ പോകുന്നത് എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞല്ല, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ പറഞ്ഞ് മരിക്കുന്നതിൻ്റെ പ്രൈസ് ദി ലോർഡ് 12 മണി രാത്രിയിൽ 12 മണിയാകുന്ന സമയത്ത് മരിക്കുന്നതിന് സന്ധ്യസമയമായപ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ മോൻ സ്ഥലത്തില്ല, എൻ്റെ മോളുമായിട്ട് ഞങ്ങൾ അടുത്ത് അവിടെ ഇരുന്നപ്പോൾ ഞങ്ങളോട് പറയുകയാണ്, എൻ്റെ റൂമിന് ചുറ്റും ഞാൻ ദൂതന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറയുക, ഇല്ല, ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിരിപ്പുണ്ട്, എൻ്റെ കട്ടിലിന് ചുറ്റും ഇറങ്ങിയിരിക്കുകയാണ്, ഞാൻ 12 മണിക്ക് എൻ്റെ വീട്ടിൽ പോകും. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ പറഞ്ഞ സമയമായപ്പോൾ എൻ്റെ മാതാവ് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പിതാവ് എപ്പോഴും പറയും, കണ്ടോടി കേട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനു മുമ്പ് എൻ്റെ മാതാവ് ലോകത്തിലെ ഡോക്ടർമാർ വിധി പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസുകൾ പലതാണ്. ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടും കൂടെ മാത്രം ജീവൻ നിലനിർത്തിയ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് മക്കളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലായിരുന്നവരെയും ശുശ്രൂഷയ്ക്ക് പോയിരുന്നവരെയൊക്കെയും ആ സമയത്ത് ചെന്ന് കാലുകുത്തിയ സമയത്ത് തന്നെ തിരിച്ചു നാട്ടിലേക്ക് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു വരുത്തേ. ആ രേഖയൊക്കെ എഴുതി വെച്ചതിനെയും പൊട്ടിച്ചുകൊണ്ട് തമ്പുരാൻ പിന്നെയും വർഷങ്ങൾ ആയുസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പപ്പ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ്, പ്രൈസ് ദി ലോർഡ്, ഇടി ഞാൻ പെട്ടെന്ന് അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്നതിൻ്റെ തൊട്ട് പുറകെ നീ അങ്ങ് വന്നേക്കണം, അല്ലാതെ നീ ഇവിടെ കടക്കരുതെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ശരീരത്തിൻ്റെ രോഗാവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പപ്പ മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരിക്കേണ്ടതാണ്. അത്രയ്ക്ക് രോഗാവസ്ഥയിലൂടെയാണ് പോയത്. എന്നാൽ അവരുടെ ആഗ്രഹപ്രകാരം പപ്പ മരിച്ച് 14ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ അമ്മയും ആ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ഒരു ചെറിയ വിവരങ്ങൾ മാത്രമാണ്. 1 വർഷക്കാലം ഇപ്പോൾ തികഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 23 ഡിസംബർ മാസമാണ് 2 പേരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, എൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശത്രുവായവൻ നിനക്ക് കേട് വരുത്തുവാൻ പല പദ്ധതികൾ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. എന്തിനാണ്? കേട് വരുത്തുവാൻ. കേട് വരുത്താൻ നോക്കുന്നത് അവൻ കർത്താവിനാൽ പ്രയോജനപ്പെടുമെന്ന് കാണുന്നുവെങ്കിൽ അവനെയാണ് കേടുവരുത്താൻ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫലം കായ്ക്കാത്തതിൻ്റെ മേലൊന്നും ഏറു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഫലം പുറപ്പെടുവിക്കാത്തതിനെ ഒന്നും മനുഷ്യർക്ക് നോട്ടമില്ല. ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ നേരെയാണ് മനുഷ്യർക്ക് നോട്ടം. അതേ ദൈവജനമേ, ഫലമില്ലാത്തതിൻ്റെ മേലേക്കൊന്നും ദുഷ്ടന് നോട്ടമില്ല. ഫലമുള്ളതിൻ്റെ മേലേക്കാണ് ദുഷ്ടന് നോട്ടം. നിനക്ക് പ്രാർത്ഥിക്കുവാൻ കൃപയുണ്ടോ? നിനക്ക് ആരാധിപ്പാൻ കൃപയുണ്ടോ? നിനക്ക് രോഗകൃപാവരങ്ങളുടെ
ശുശ്രൂഷയുണ്ടോ, നിനക്ക് മറ്റുള്ളവരുടെ ആത്മഭാരമായി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവികത്തിന്റെ കൃപ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് കേടുവരുത്തുവാൻ അവൻ പദ്ധതികളെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്ന് മുന്നോട്ട് കയറിയൊന്ന് വേഗത്തിൽ പറയുകയാണ്. കേടുവരുത്തുവാൻ ഒരു സൈഡിൽ ദുഷ്ടനായവൻ അതിന്റെ പദ്ധതികൾ ഒരുക്കുമ്പോഴും അത്യുന്നതന മറവിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്നെ വിടുവിക്കുവാൻ ദൈവം തന്റെ ദൂതനെയും ഇറക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നീ വിശ്വസിച്ചു കൊണ്ടുപോകണം. നീ കണ്ടുകൊണ്ട് വേണം പോകുവാൻ. ഇത് ലോക മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നതല്ല, ഇത് ചെടിയർക്ക് കാണുവാൻ കഴിയുന്നതല്ല, ഇത് ആത്മാവിന്റെ നിറവുള്ളവർക്ക് കാണുവാൻ കഴിയും. ദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ജീവിതം 4 പേരുടെ, എൻ്റെ കുടുംബത്തിൻ്റെ 4 പേരുടെയും ജീവിതം മരണത്തെ മുഖാമുഖം കണ്ടതാണ്. മരണം മാത്രമെന്ന് മുമ്പിൽ കണ്ടുകൊണ്ട് വിധി എഴുതി ആയുസ്സിനെ പോലും ഇത്രയുള്ളൂ എന്നൊക്കെ കരുതിയിരുന്ന ദിനങ്ങൾ പലതാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ സാക്ഷ്യങ്ങളോടൊക്കെയും ഇന്ന് രാത്രി പറഞ്ഞു തീർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 2 വിഷയങ്ങൾ മാത്രമൊന്ന് ഓടിച്ചു തൊട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ 26-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവൻ വളർന്നു പോയാൽ ഫലം കായ്ക്കുമെന്നും ഇവൻ വളർന്നുപോയ പലർക്കും വിടുതലായിത്തീരുമെന്ന് കണ്ടിട്ട് ദുഷ്ടനായ പിശാച് കേടുവരുത്തുവാൻ പദ്ധതി നോക്കി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനായ പിശാച് കേടുവരുത്തുവാൻ പദ്ധതി നോക്കി. സുവിശേഷത്തിൽ അന്ന് നിരോധിക്കപ്പെട്ട, അന്ന് സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്ത് സുവിശേഷ വേലയോടും ആ വേല ചെയ്യുമ്പോൾ തന്നെ ആ രാജ്യത്ത് നിൽക്കുവാൻ വേണ്ടുന്ന പെർമിഷന് വേണ്ടി, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിൽക്കുവാൻ വേണ്ടുന്ന വിസയ്ക്ക് വേണ്ടിയുമായിട്ടൊരു ജോലിയുമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് 26-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആക്സിഡന്റ് നേരിട്ട് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് കൂട്ടായ്മ ആരംഭിച്ചു. ഒരു ചെറിയ ഇടുക്കുമുറിയിലിരുന്നു കൊണ്ട് സൗണ്ട് പ്രൂഫിൻ്റെ എല്ലാം ചെയ്തുകൊണ്ട് ഡോറുകളെല്ലാം അടച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങളിരുന്നു കൊണ്ട് 4-5 പേരിരുന്നു കൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥന ഞങ്ങൾ പോലും അറിയാതെ ആ പട്ടണത്തിൽ മുഴുവനും കത്തുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് കത്തുന്നത് തുടങ്ങി എന്ന് മനസ്സിലായത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങളെ വളർത്തി ഒരു ഇടുക്കുമുറിയിൽ ടൈറ്റായിട്ട് ഇരുന്നു കൊണ്ട് 65 പേരും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആരംഭം എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടതയുടെ നടുവിലൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പ്രാർത്ഥനകളെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രാർത്ഥനയുടെ തലങ്ങളെയൊക്കെ തമ്പുരാൻ അങ്ങോട്ട് മാറ്റി ജനം വിടിവിക്കപ്പെടുത്തു വരുന്നുവെന്ന് കണ്ടപ്പോൾ ദുഷ്ടനായവൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവന് കേടുവരുത്തുവാനുള്ള പദ്ധതി നോക്കുകയാണ്. 26-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ് നേരിട്ടു. ആക്സിഡന്റ് നിമിത്തം 26-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഒരു ബെഡിലേക്ക് തന്നെ മാറുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്നെ എടുത്തുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റലിലുള്ള എക്സ്റേകൾ, സ്കാനിങ്ങൾ എല്ലാം ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇവിടെ ഈ വ്യക്തിയെ നോക്കുവാൻ കഴിയാത്തത് കൊണ്ട് അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക്, അതിന് തുല്യമായിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ അവിടെ നിന്ന് റെഫർ ചെയ്ത് മാറ്റി. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെയും ഞാൻ കയറിയിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ അന്ന് കയറിക്കൊണ്ട് ഒരു സിഗ്നലും എനിക്ക് പ്രശ്നമല്ല, ഒരു റോഡ് നിയമവും എനിക്ക് പ്രശ്നമല്ല, അതൊരു യാത്ര അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ ചെന്നുകൊണ്ട് ഇറക്കി അവരൊക്കെ ആകുന്ന ടെസ്റ്റുകൾ നോക്കിയിട്ട് വേദനയുടെ കടിവേദനകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ട് നിൽക്കുന്ന മണിക്കൂറുകൾ, വേദനയുടെ ടാബ്ലറ്റുകൾ തന്നിട്ട്, വേദനകളുടെ സംഹാരികൾ തന്നിട്ട് വേദന നിൽക്കുന്നില്ല, വേദനയുടെ ഇഞ്ചക്ഷനുകൾ എടുത്തിട്ട് വേദനകൾ നിൽക്കുന്നില്ല, ഉറങ്ങുവാനുള്ള മരുന്ന് തന്നിട്ട് ഉറങ്ങുവാൻ കഴിയുന്നില്ല, വേദന അതികഠിനമായി മാറുവാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൻ്റെ താണ്ടുകൾ ഓരോ ദിവസങ്ങൾ കഴിയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബെഡിലേക്ക് ഞാൻ അഭയം പ്രാപിച്ചു കിടക്കുകയാണ്. എനിക്ക് കിടക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് വലത്തോട്ട് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ എനിക്ക് തനിയെ തിരിഞ്ഞ് കിടക്കുവാൻ കഴിയത്തില്ല. അവിടെ നിന്ന് ഇടത്തോട്ടൊന്ന് ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ എനിക്ക് കിടക്കാൻ
ചലിക്കുവാൻ കഴിയത്തില്ല. ആകെ സ്വാതന്ത്ര്യമായിട്ട് ചലിപ്പിക്കുവാൻ കഴിയുന്നത് ഈ രണ്ട് കൈകൾ മാത്രമാണ്. എന്നാൽ കാലുകൾ ചലിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാലുകൾ ചലിക്കുമ്പോൾ എനിക്ക് അതിവേദന നിമിത്തം എൻ്റെ കാലുകളെ ഞാൻ ചലിപ്പിക്കാറുമില്ല. പ്രൈസ് ദി ലോർഡ്. കഠിന വേദനയോടുകൂടി കിടക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളോ അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ടേബിളിൽ കുടിക്കുവാൻ ആവശ്യത്തിലേറെ ജ്യൂസ് ഐറ്റങ്ങൾ ഓരോ തരത്തിലുള്ളത് മുഴുവനും എൻ്റെ ടേബിളുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷിക്കുവാനുള്ള സ്നാക്സ് ഐറ്റങ്ങൾ മുഴുവനും ഓരോ സൈസിലുള്ളതൊക്കെയും എൻ്റെ ആ ടേബിളുകളിൽ ഇങ്ങനെ കബോർഡുകളിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് എനിക്ക് ആരുടെയും സഹായമില്ലാതെ ദാഹിക്കുന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുവാൻ വഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. എനിക്ക് വിശക്കുന്നുണ്ട് എങ്കിലും ആരുടെയും സഹായമില്ലാതെ എനിക്ക് ആഹാരം കിട്ടാത്ത പോകുന്ന ഒരു സമയത്തേക്ക് ഞാൻ മാറി. എന്നാൽ ഞാൻ ചെന്ന ഹോസ്പിറ്റലിലെ എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ചർച്ചിലായിരുന്ന വിശ്വാസികൾ അവിടുത്തെ നേഴ്സുമാരായിരുന്നു. അവരുടെ ഡ്യൂട്ടി അവിടെയല്ലെങ്കിലും അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴൊക്കെയും ആ വാർഡിലേക്ക് വന്നിട്ട് സൂപ്രണ്ടിനോട് പറയും, നേഴ്സിംഗ് സൂപ്രണ്ടിനോട് പറയും, എൻ്റെ ബ്രദറാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കെയർ ചെയ്യണമെന്ന് പറയും. ആ നേഴ്സിംഗ് സൂപ്രണ്ട് അവിടെയുള്ള നേഴ്സുമാരോട് പറയും, ഈ വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു മുൻ പരിഗണനകളൊക്കെ കൊടുത്തു വേണം ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ അവരുടെ വാക്കുകൾ നിമിത്തം പല വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ എന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് മുസ്ലിംസ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ക്രിസ്ത്യൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരാരും എന്നോട് ഒരു അസാധാരണ ദയ കാണിക്കുവാൻ തുടങ്ങി. എല്ലാവരും എന്നോട് അസാധാരണതയാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത് മാറി അടുത്ത ഡ്യൂട്ടിക്ക് ആള് വന്ന് അവർ സൈനിട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിക്കും, ബ്രദറെ എങ്ങനെയുണ്ട് ശരീരത്തിന്, ഇപ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥകളെന്നൊക്കെ ചോദിച്ചിട്ട് അവർ പറയും, അല്പ ജ്യൂസൊക്കെ തന്ന് എനിക്ക് എൻ്റെ നാവിലൊക്കെ വെച്ച് തന്ന് കുടിപ്പിച്ചിട്ട് അവർ പറയും, ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്തിട്ട് വേഗത്തിൽ തീർത്തിട്ട് വന്നിട്ട് ആഹാരം എടുത്തു തരാ. എൻ്റെ മാതാവ് ആ സമയത്ത് എൻ്റെ കുടിയില്ല, എൻ്റെ പിതാവ് എൻ്റെ കുടി ആ സ്ഥലത്തില്ല, എൻ്റെ സഹോദരനുണ്ടെങ്കിലും 10-70 കിലോമീറ്ററിന് ദൂരെ താനായിരിക്കുകയാണ്. എൻ്റെ സഹോദരി അവിടെ ഇല്ല. തികച്ചും ഒറ്റപ്പെട്ടവനായി മാറിയെങ്കിലും സ്വർഗം അനേക സഹോദരങ്ങളെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. ഒരമ്മയെ പോലെ ആശ്വസിപ്പിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അവിടെ ഇറക്കി തരുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവരോട്ടി വന്നുകൊണ്ട് അവർ ടേബിളിൽ വെച്ചിരിക്കുന്നതായ അവരുടെ കൈകളിൽ താങ്ങി പിടിച്ചുകൊണ്ട് എൻ്റെ തലയൊന്ന് ഉയർത്തിയിട്ട് എനിക്ക് എൻ്റെ തൊണ്ട നനച്ചുകൊണ്ട് എനിക്ക് ജ്യൂസുകൾ തരാം, എനിക്ക് ആഹാരങ്ങൾ തരും. അത് ഞാൻ അല്പമൊക്കെ ഭക്ഷിച്ച് കിടക്കോ. എന്നാൽ എൻ്റെ വേദനകൾ സഹിക്കുവാൻ കഴിയാതെ വരുമ്പോ അവരോട് ഞാൻ നിർബന്ധിച്ച് പെൻകില്ലറുകൾ എൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് വേദന സംഹാരികളെ എൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് ഞാൻ ദിവസങ്ങൾ കിടക്കോ. എന്നാൽ വേദന കഠിന വേദനയാകുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഉറക്കം പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണരുന്ന അനുഭവത്തിലേക്കായി മാറും. പ്രൈസ് ദി ലോർഡ്. വിസിറ്റിംഗിന്റെ സമയമാകുന്ന സമയത്ത് എൻ്റെ ബെഡിന് ചുറ്റും അന്ന് പല വ്യക്തി ജീവിതങ്ങൾ കടന്നു വരും. ഈ നോക്കിക്കേ, പല സമുദായത്തിൽപ്പെട്ടവർ കടന്നു വരും, പല സ്റ്റേറ്റിലുള്ളവരുണ്ട്, പല രാജ്യക്കാരൻ്റെ അടുക്കലേക്ക് വരും. അവരൊക്കെയും എൻ്റെ സ്നേഹിതരാണ്. അവര് കടന്നു വരും. ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റിലുള്ളവരൊക്കെ കടന്നു വരുവാൻ തുടങ്ങി. ഇന്ത്യക്ക് സമീപത്തുള്ള ശ്രീലങ്കക്കാരൻ കടന്നു വരുവാൻ തുടങ്ങി. പാകിസ്ഥാനികൾ കടന്നു വരുവാൻ, ഈജിപ്ഷ്യൻസ്, സിറിയൻസ്, ആ രാജ്യത്തിനുണ്ടായിരുന്ന ആ രാജ്യക്കാരെ കടന്നു വരുവാൻ തുടങ്ങി. ഇവരൊക്കെ എൻ്റെ ടേബിളിൽ കടന്നു വന്നിട്ട് ഞാൻ കിടക്കുന്ന ബെഡിനടുക്കൽ വന്നിട്ട് അവരൊക്കെ അവരുടേതായ നിലയിൽ ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞവരങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. വേദന മുഴുവനും കടിച്ചു പിടിച്ചുകൊണ്ട് കിടക്കുന്നത് ഞാനാണ്. എന്നാൽ 8ാമത്തെ ദിവസമായപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുക്കലേക്ക്, എൻ്റെ ബെഡിന് ചുറ്റും ഇങ്ങനെ വിസിറ്റേഴ്സുകൾ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കട്ടിലിന്റെ നടുവിൽ ഇങ്ങനെ കിടക്കുക, ചുറ്റും ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള വിസിറ്റേഴ്സ് കിടക്കുകയാണ്. അവരൊക്കെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഉത്തരം പറയുന്നുണ്ട്. എന്നാൽ ശ്രീലങ്കക്കാരനായിരിക്കുന്ന ഒരു സഹോദരൻ തൻ്റെ പോക്കറ്റിൽ നിന്ന്
ഒരു പേന എടുത്തിട്ട് ആ പേന കൊണ്ട് എൻ്റെ കാലിൻ്റെ വെള്ളയിൽ ഒന്ന് ചൊറിഞ്ഞിട്ട് തൻ്റെ ഭാഷയിൽ എന്നോട് ചോദിച്ചു, എൻ്റെ സ്പർശനം നിനക്കറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ വ്യക്തിയുടെ ചോദ്യവും സ്പർശനവും എൻ്റെ കാലിൻ്റെ വെള്ളയിലല്ല അതെനിക്ക് ഫീൽ ചെയ്തത്, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്കാണ് അത് ഫീൽ ചെയ്തത്. ചോദിച്ചതിൻ്റെ അർത്ഥം, നീ തളർന്നു പോയോ? ഇനി നിനക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുമോ? എൻ്റെ സ്പർശനം നിനക്കറിയുവാൻ കഴിയുമോ എന്നാണ് ആ ചോദ്യം ഉന്നയിച്ചതിന്റെ അർത്ഥം എനിക്കൊന്ന് മനസ്സിലായി. 8ാമത്തെ ദിവസം വിസിറ്റേഴ്സുകൾ മുഴുവനും കിടന്നുപോയി. അതിനുശേഷം രാത്രിയുടെ സമയമായി. ഞാൻ കിടന്നുറങ്ങുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ സ്പർശനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങുവാൻ തുടങ്ങിയാണ്. ഞാൻ കിടക്കുന്ന കട്ടിലിൽ കിടന്നതുകൊണ്ട് കണ്ണുനീരോടുകൂടി കരയുവാൻ തുടങ്ങി. എൻ്റെ ബെഡിൽ എൻ്റെ കണ്ണുനീർ ധാരധാരയായിട്ട് വീഴുവാൻ തുടങ്ങി. എൻ്റെ കരച്ചലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നഴ്സുമാര് വന്നിട്ട് ചോദിച്ചു, എന്താണ്? വേദന സഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഒരു പെയിൻ കില്ലറൂടെ തരാമെന്നൊക്കെ പറയുക. ഞാൻ പറഞ്ഞു, ഈ വേദനയ്ക്ക് ഒരു പെയിൻ കില്ലറല്ല, ഈ വേദന ഹൃദയത്തിൻ്റെ അകത്താണ് പതിഞ്ഞു കിടക്കുന്നത്. ഇതിനെ മാറ്റുവാൻ ഈ ലോകത്തിന്റെ ഒരു വൈദ്യന്മാരും ഇതിന്റെ വേദന സംഹാരി കണ്ടുപിടിച്ചിട്ടില്ല. മാറ്റുവാൻ കഴിവുള്ളവന്റെ പാദപിടത്തിലാണ് ഞാൻ ഈ രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ദിവസത്തിൽ രാത്രിയിൽ അങ്ങനെ ഞാൻ കരഞ്ഞ് അർദ്ധരാത്രിയുടെ സമയമായപ്പോഴേക്ക് എൻ്റെ റൂമിലേക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. അത് പറഞ്ഞറിയിക്കുവാൻ പറ്റത്തില്ല. അത് ഫീൽ ചെയ്തവർക്കേ അറിയത്തുള്ളൂ. ആ സന്ദർഭത്തിലൂടെ കടന്നുപോയവർക്കേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ആ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആരോഗ്യമുള്ളവനായി ഈ ദേശത്തേക്ക് വന്നു എങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്തുവെങ്കിൽ, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവം രോഗികൾക്ക് സൗഖ്യം കൊടുത്തുവെങ്കിൽ, ആ വ്യക്തി ഈ കടപ്പിൽ കടന്നുകൊണ്ട് തിരിച്ചു നാട്ടിൽ പോയാൽ ഞാൻ പ്രസംഗിച്ച ദൈവം ജീവിക്കുന്നില്ല എന്ന് ഈ ദേശം ഒന്നടക്കം പറയും. വിശ്വാസത്തിലേക്ക് വന്ന ഒരു കൂട്ടം യൗവനക്കാർ അവർ പറയും, യേശു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറ്റത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ ഇറങ്ങി വരണമേ. ഈ കേട് പെരുത്തുവാൻ നോക്കിയ ചില തീയുടെ ബലത്തെ, ചില സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ ഇന്ന് രാത്രിയിൽ നീ ഇറങ്ങി വരണമേ എന്ന എന്റെ പ്രാർത്ഥന ഉയരുവാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥന ഉയർന്ന് അത് അർദ്ധരാത്രികൾ കഴിയുവാൻ തുടങ്ങി. ഏകദേശം ഒരു പ്രഭാതത്തിന്റെ സമയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ തുടങ്ങി. ഒരു തണുത്ത കാറ്റടിക്കുന്ന പോലെ തുടങ്ങുവാൻ തുടങ്ങി. എൻ്റെ കിടക്കുന്ന ബെഡിലേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതായിട്ട് എനിക്ക് തോന്നി. അതെൻ്റെ ശരീരത്തിലേക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഒരു അസാധാരണ ധൈര്യം കിട്ടുന്ന പോലെ തോന്നി. ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രയാസത്തിനും ഒരു ശമനം വന്നതുപോലെ എനിക്ക് തോന്നി തുടങ്ങുവാൻ തുടങ്ങി. അന്നതിന് ശേഷം ആരോ എന്നെ തലോടി ഉറക്കുന്നത് പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ ഒരമ്മ മാരോട് ചേർത്ത് പിടിച്ച് താരാട്ടുപാട്ടി തലോടിക്കൊണ്ടുറക്കുന്ന പോലെ ഒരു തലോടിന്റെ ഉറക്കം എനിക്ക് കിട്ടി. 8 ദിവസത്തോളം രാത്രിയിൽ ഉറങ്ങാതെ പകലുറങ്ങാതെ വേദന സംഹാരികൾ പോലും തന്നിട്ട് അധികം മണിക്കൂറുകൾ ഉറങ്ങാതെ ഞെട്ടി എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാൻ ആ രാത്രിയിൽ പ്രഭാതമായപ്പോഴത്തേക്ക് 9ാമത്തെ ദിവസത്തിന്റെ പ്രഭാത മണിക്കൂറുകളായപ്പോൾ ഞാൻ ഉറക്കത്തിന്റെ ആഴ്ന്നിറങ്ങുവാൻ തുടങ്ങി. ആ ഉറക്കമുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആ ഡ്യൂട്ടി കഴിഞ്ഞ നേഴ്സുമാര് പോയിട്ട് തിരിച്ചു വന്നതിന്റെ അടുക്കൽ അടുത്ത ഷിഫ്റ്റിലുള്ളവർ വന്ന് നോക്കിക്കോ അവര് നോക്കുമ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് അവരെന്നെ ഉണർത്താതെ അവരങ്ങ് പോകുകയാണ്. ആ ഉറക്കം കുറച്ച് സമയങ്ങളിലേക്ക് നീണ്ടുപോയി. ഉറക്കമൊക്കെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേഴ്സിനെ വിളിച്ചു. നേഴ്സ്, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ആവശ്യമുണ്ട്, അത് നടത്തി തരണമെന്ന് പറഞ്ഞു. അവര് ചോദിച്ചു, എന്താണ് ബ്രദറെ ഞങ്ങൾ ചെയ്തു തരേണ്ട ആവശ്യം? എന്ത് പറഞ്ഞാലും ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതാണ് എങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലയോ നേഴ്സേ, എനിക്ക് ഇന്ന് പകലിൽ എഴുന്നേൽക്കാൻ
എഴുന്നേൽക്കണം, എനിക്ക് ഇന്ന് പകലിൽ നടക്കണം, എനിക്ക് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, സാധ്യമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയെ അറിയുവാൻ കഴിയാതെ നിൽക്കുകയാണ്. നിങ്ങളുടെ നട്ടെല്ലിന്റെ 3 ബോണിന് 3 സ്ഥലത്ത് 3 ഫ്രാക്ചർ പറ്റിക്കിടക്കുകയാണ്. ഇപ്പോഴൊന്നും എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ മാസങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റെന്ന് വരും. ഞാൻ പറഞ്ഞു, അല്ല, കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് സൗഖ്യം കിട്ടി. അവര് സമ്മതിക്കത്തില്ല. ഞാൻ നിർബന്ധിക്കുവാൻ തുടങ്ങി. എന്റെ നിർബന്ധം കൂടി വന്നപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. തങ്ങളെ നോക്കുന്ന ഡോക്ടറിനെ ഞങ്ങൾ വിളിക്കുക, ആ ഡോക്ടറിനോട് ഞങ്ങൾ പറയാം, ആ ഡോക്ടർ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ നോക്കുവാൻ കഴിയത്തുള്ളൂ, എനിക്ക് നിങ്ങൾ അതിനെക്കുറിച്ചൊരു മറുപടി പറയുവാൻ കഴിയത്തുള്ളൂ. പൂനെയിലുള്ള ഒരു ഡോക്ടറായിരുന്നു അന്നെ നോക്കിക്കൊണ്ടിരുന്ന, ഓർത്തോ വിഭാഗത്തിൽ പെട്ടുകൊണ്ടിരുന്ന സുനിൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ അവര് കോൾ ചെയ്തു. ആ ഡോക്ടറിനോട് വിവരം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നടക്കത്തില്ല, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമല്ല, അത് ചിലപ്പോൾ ഞാൻ 3 മാസം കഴിഞ്ഞിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങളെ നിർബന്ധിക്കുന്നു. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി മേടിച്ചുകൊണ്ട് സൈനിട്ട് മേടിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ താല്പര്യത്തിന് വിട്ടുകൊടുത്തേര് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേപ്പർ കൊണ്ടുവന്ന് സൈനിട്ട് ഞാൻ കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് എഴുന്നേക്കണം. അവര് ചില മണിക്കൂറുകൾ അവരുടെ ഡ്യൂട്ടിയൊക്കെ മാറ്റിവെച്ച് അവരെന്റെ അടുക്കൽ വന്ന് എന്റെ ബെഡിൽ നിന്ന് എന്റെ കാലുകളെ രണ്ടും പിടിച്ച് കട്ടിലിന്റെ വെളിയിലേക്ക് താഴേക്ക് ഇടുവാൻ തുടങ്ങി. എനിക്ക് അവര് താങ്ങി പിടിച്ചുകൊണ്ട് എന്നെ കട്ടിലിൽ എഴുന്നേപ്പിച്ചിരുത്തുവാൻ തുടങ്ങി. ആ വേദനകൾ കൊണ്ട് കടിച്ചമർത്തുവാൻ പിന്നെയും അതിവേദന വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, എന്റെ ദൈവമേ, പ്രഭാതത്തിൽ ഇറങ്ങി വന്ന കരം എവിടെ, പ്രഭാതത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം എവിടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കഴിഞ്ഞ പ്രഭാതത്തിൽ അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം വീണ്ടും എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുവാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നടക്കണം, അത് നടക്കുവാൻ നോക്ക്, ശ്രമിക്ക്, ഞങ്ങൾക്ക് കഴിയത്തില്ല, തങ്ങളുടെ കാലുകൾക്ക് ബലം കൊടുത്തു നിൽക്കുവാൻ കഴിയത്തില്ല. അവിടുത്തെ ഹോസ്പിറ്റലിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കമ്പ്യൂട്ടർ കൊണ്ട് നടക്കുന്ന ഈ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന പോലത്തുള്ള ടേബിളുകളാണ്. വീലിൽ ഉരുട്ടിക്കൊണ്ട് ഡോക്ടർമാർക്ക് എഴുതുവാനും അതേ പേഷ്യന്റിന് ഭക്ഷണം കൊടുക്കുവാനായിട്ടൊക്കെ അക്കാലഘട്ടങ്ങളിലെ ആ ടേബിളുകളുണ്ട്. ആ ടേബിൾ ഞാൻ വലിച്ച് എൻ്റെ അടുക്കലേക്ക് വെച്ചിട്ട് കട്ടിലിൽ നിന്ന് കാലുകൾ താഴേക്ക് ഇട്ടിട്ട് എൻ്റെ 2 കൈയും കുത്തി ആ ടേബിളിൽ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങൾ 2 കൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, നീയാണ് എന്നെ ഈ ദേശത്ത് അയച്ചത് എങ്കിൽ, ഇവിടെ ഞാനാണ് അങ്ങയുടെ നാമം നീ പറഞ്ഞിട്ട് ഞാൻ ഉയർത്തിയെങ്കിൽ, ഞാൻ അങ്ങയുടെ സാക്ഷിയായി തീർന്നിട്ടുണ്ട് എങ്കിൽ, ഈ നിന്ദിക്കുന്നവരുടെ നടുവിൽ എൻ്റെ ദൈവം ആരാണ് എന്നൊന്ന് വെളിപ്പെടുത്തി കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ഉയരുവാൻ തുടങ്ങി. കണ്ണുനീരാ ടേബിളിൽ വീഴുവാൻ തുടങ്ങി. അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടുന്ന പോലെ തുടങ്ങി. ഞാൻ ആ ടേബിളിലേക്ക് കൈ അമർത്തി പിടിച്ചുകൊണ്ട് എൻ്റെ കാലുകളെ ഞാൻ നിലത്തുറപ്പിക്കുവാൻ തുടങ്ങി. 9ാമത്തെ ദിവസം എൻ്റെ കാല് ഞാൻ നിലത്ത് ഉറപ്പിച്ചു. ആ ഉറപ്പിച്ചത് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടേബിൾ ഉരുട്ടിക്കൊണ്ട് ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടേബിളുകളെ മാറ്റിവെച്ചിട്ട് ഞാൻ ആ റൂമിലൂടെ ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്നതിനോട്ട് നടക്കുവാൻ തുടങ്ങി. മിനിറ്റുകൾ കഴിയുമ്പോൾ ആ നടപ്പിന് ഇച്ചിരിയുടെ സ്പീഡ് വരുവാൻ തുടങ്ങി. ഞാൻ ഡോക്ടറിനോട് വന്നിട്ട് പറഞ്ഞു, ഇത് വണ്ടർഫുൾ, ഇത് വലിയ മിറക്കിൾ നടന്നിരിക്കുന്നു. അന്ന് ആ 9ാമത്തെ ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് മേടിച്ചു. എൻ്റെ സ്നേഹിതന്മാര്, എൻ്റെ വിശ്വാസികള് എൻ്റെ റൂമിലേക്ക്, എൻ്റെ ബെഡിലേക്ക് കടന്നു വന്നു, എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു. അവർ ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. അവർ 9 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ വസ്ത്രമൊക്കെ മാറ്റി നോക്കിയപ്പോൾ എൻ്റെ ഈ സൈഡിലുള്ള നീരുകളും ആ അവസ്ഥകളും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, വിടിവിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ വിടിവിക്കുന്ന ദൈവം തന്നെയാണ്. അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് 9ാമത്തെ ദിവസം എൻ്റെ കാല് ഞാൻ നിലത്തുറപ്പിച്ചു. ദീർഘവർഷങ്ങൾ വീണ്ടും ആ ദേശത്ത് ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. മണിക്കൂറുകൾ ഞാൻ സഞ്ചരിക്കുവാൻ തുടങ്ങി.
19 മണിക്കൂർ 20 മണിക്കൂർ ഒരേ ഇരിപ്പിരുന്ന് കൊണ്ട് ബസ് യാത്ര ഞാൻ ചെയ്യും. 3-4 ദിവസങ്ങൾ ട്രെയിൻ യാത്രകൾ ഞാൻ ചെയ്യും. മണിക്കൂറുകൾ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് പലവട്ടങ്ങൾ യാത്ര ചെയ്തു. നിന്നെ തകർത്ത് കളയുവാൻ, കേടുവരുത്തുവാൻ, നിന്നെ ഇല്ലാതെയാക്കുവാൻ ഒരു സൈഡിൽ ദുഷ്ടനായവൻ രേഖ എഴുതി വെക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി മുന്നേ ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ രാത്രി നിങ്ങളുടെ മേൽ സ്പർശിച്ചിറങ്ങുക തന്നെ ചെയ്യും. ഡോക്ടർമാർ എന്ത് വിധി പറയട്ടെ, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടെന്ന് പറയട്ടെ, എന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവം. അക്കാലകളെ നിലത്ത് കുത്തി ദീർഘനാളുകൾ കർത്താവിന്റെ വേലയോടെ അവിടെയായിരുന്നു. പരിഹസിച്ചവരും നിന്ദിച്ചവരും സ്നേഹത്തിൽ വന്നുകൊണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അടുത്ത് നിന്നവരും പിന്നീട് ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അവരെയൊക്കെയും ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നാനപ്പെടുത്തുവാൻ സ്വർഗം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ സമയമായപ്പോൾ ആ ദേശത്തുനിന്ന് തമ്പുരാൻ എന്നെ പറിച്ചു മാറ്റി. ഇപ്പോൾ ചില വർഷങ്ങളായിട്ട് കേരളത്തിൽ ഞാനായിരിക്കുന്നു. കർത്താവ് അയക്കുന്ന പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനമായിട്ട് പോകുന്നു. നടക്കത്തില്ല, അസാധ്യമെന്ന് പറഞ്ഞ സ്ഥലത്ത് കേരളം തമിഴ്നാട് സ്ഥലത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കേരളം തമിഴ്നാട് മറ്റ് സ്ഥലത്തേക്ക് 4 വീലറിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ മണിക്കൂറുകൾ ബസ് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കിലോമീറ്ററുകൾ നടക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കുവാൻ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നിന്നെ വിടുവിച്ചാൽ അല്പമായിട്ടല്ല വിടുവിക്കുന്നത്, അവൻ നിന്നെ വിടുവിച്ചാൽ പൂർണ്ണമായിട്ടാണ് വിടുവിക്കുന്നത്. ഇതെന്റെ അനുഭവത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ആ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ ആവർത്തിച്ചു വായിച്ചു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു. നിനക്ക് കേടുവരുത്തുവാൻ നോക്കിയപ്പോൾ എന്റെ ദൈവം ആ സ്ഥലത്തൊരു ദൂതനെ അയക്കുക. എന്തിനാ ദൂതനെ അയച്ചെന്നറിയാമോ? നിനക്ക് കേടുവരുത്തുവാൻ നോക്കിയതിന്റെ വായെ അടച്ചു കളയുവാനാണ്. ഇന്ന് രാത്രിയിൽ നിന്നെ കുറ്റം വിധിച്ചവന്റെ വായെ എന്റെ തമ്പുരാൻ അടച്ചു കളയുക. നിനക്ക് കേടുവരുത്തുവാൻ നോക്കിയവന്റെ വായെ എന്റെ തമ്പുരാൻ അടച്ചു കളയുക. ഈ രാത്രിയിൽ കരങ്ങൾ തട്ടിക്കൊണ്ട് പറഞ്ഞ് എല്ലാ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്തത് പറയുന്നു, രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അടുത്തത് 23-ാമത്തെ വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. എന്നിട്ട് പറയുകയാണ്, അത്യന്തം സന്തോഷിച്ചു. രാജാവിന് സന്തോഷിക്കുവാൻ വകകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഈ വിടുതൽ കണ്ടപ്പോൾ, സ്നേഹിതന്റെ വിടുതല കണ്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു. സന്തോഷിച്ചിട്ട് അടുത്തത് ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ എന്ത് ചെയ്തു? കൽപ്പിച്ചു. ഇനി ശ്രദ്ധിച്ചോണേ, ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അടുത്തത് അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, പദം മറന്നു പോകരുത്, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല.
പ്രൈസ് ദി ലോർഡ്. പറ്റാതിരുന്നത് ദാനിയേലേ നിന്റെ കഴിവ് കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിച്ച ദൈവം വലിയവനായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. കേട് വരുത്താൻ നോക്കിയതാണ്, പക്ഷേ കേട് വരുത്താൻ അവൻ സമ്മതിച്ചില്ല. എന്നിട്ട് അതിൻ്റെ പെട്ടെന്ന് പറ്റിയതായി കണ്ടില്ല. പെട്ടെന്ന് മക്കളെ അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വന്നു. ഇടയെല്ലാം വായിക്കണം, സമയമില്ല. 27-ാമത്തെ വാക്യത്തിലേക്ക്. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി പറഞ്ഞേ, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യുന്നു അവൻ? എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു, അവൻ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, എന്റെ കർത്താവ് എന്നെ രക്ഷിക്കും. എവിടെ? നിന്നെ വലിച്ചെറിഞ്ഞ ദുഷ്ടനായവൻ വലിച്ചെറിഞ്ഞ ഏത് ഗുഹയ്ക്കകത്തു നിന്നാണെങ്കിലും ഏത് കുഴിയിൽ നിന്നാണേലും എന്റെ കർത്താവ് എന്നെയും എന്റെ കുടുംബത്തെ രക്ഷിക്കും. എന്നിട്ട് അടുത്തത് പറയുന്നത് എന്താണ്? വിടുവിക്കും. ഇന്ന് രാത്രിയിൽ വിടുവിക്കും. പറഞ്ഞേ, എന്നെ വിടുവിക്കും. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഏതവസ്ഥയാണ്? കേട് വരുത്താൻ നോക്കിയ സ്ഥലത്തു നിന്നും നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. പറഞ്ഞേ, എന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്യുന്നതന്റെ മറവിലാണ് മറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിടുവിക്കപ്പെടും, ഞാൻ വിടുവിക്കപ്പെടും. ഞാൻ അത്യുന്നതന്റെ മറവിലാണ് ഞാൻ ആയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിടുവിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞത് കണ്ടോ? വിടുവിക്കും. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കരങ്ങൾ തട്ടിക്കൊണ്ട് പറഞ്ഞ്, എന്റെ ദൈവം രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ ചുമ്മാ പറഞ്ഞു പോയതല്ല കുഞ്ഞേ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പറഞ്ഞ്, ഞാൻ അവനോട് ഉപവാസത്തോട് അവനോട് പറ്റിയിരിക്കുകയാണ്, ഞാൻ അവനോട് ചേർന്നിരിക്കുകയാണ്. ആ ഇരിക്കുന്ന അവസ്ഥയിൽ എന്നെ വിടുവിക്കുന്ന ദൈവം. എന്ത് ചെയ്യും? വിടുവിക്കും. മുന്നോട്ട് പറഞ്ഞു പോകണം. അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ഞാൻ മടങ്ങി വരിക. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഒന്നെടുത്തേ, അതിൻ്റെ 27-ാമത്തെ അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 27-ാമത്തെ അധ്യായം. അതിൻ്റെ 42 തുടങ്ങി 44 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം, അതിൻ്റെ 42 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് 44 വരെ. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ, തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിക്കേണ്ടതിന്. നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നീന്തി ഓടിപ്പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുക? അവരെ കൊല്ലേണം എന്ന് പടയാളികൾ ആലോചിച്ചു. അവനെ കൊല്ലേണമെന്ന് പടയാളികൾ ആലോചിച്ചു. എന്താണ് അവരുടെ ആലോചന? പറഞ്ഞേ, നിങ്ങളോടൊന്ന് പറഞ്ഞേ. അവനെ കൊല്ലണം. ആരെ കൊല്ലണം? തടവുകാരെ. ആരെ കൊല്ലണം? തടവുകാരെ. പ്രൈസ് ദി ലോർഡ്. തടവുകാരെ കൊല്ലണമെന്നുള്ളതിൽ പ്രധാനമായിട്ട് ആരെയായിരിക്കും അവരുടെ ഉന്നം? പ്രൈസ് ദി ലോർഡ്. ഒരാളുണ്ടല്ലോ, ആളുടെ പേരെന്താ? പൗലോസ്. പ്രൈസ് ദി ലോർഡ്. എന്താ പൗലോസ് നിന്നോട് ഇത്ര ശത്രുത? പ്രൈസ് ദി ലോർഡ്. ഇവനാണ് ദൈവകൃപയുള്ളത്, ദൈവിക വാഗ്ദത്തം ഇവനാണുള്ളത്. അതുകൊണ്ട് ഇവനെ ഇല്ലാതെയാക്കിയാൽ ആ നാമം മുഴുവനും ഇല്ലാതാക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് രക്ഷപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിക്കത്തില്ലേ, അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്താ എനിക്ക്? പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, അവർക്കൊന്നുമില്ലാത്ത വാഗ്ദത്തമാണ് നിനക്ക്.
അവർക്കൊന്നുമില്ലാത്ത ശുശ്രൂഷയാണ് നിനക്ക്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിന്നെ ഇല്ലാതെയാക്കാനാണ് അവൻ്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശത്രു പറയുമ്പോൾ നീ ഇല്ലാതെയാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം നിന്റെ മേൽ ചില പദ്ധതി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് എൻ്റെ ദൈവം നിന്നെ വിളിക്കത്തുള്ളൂ. അതെന്താ പദ്ധതി എന്ന് നോക്കിയേ. ഭാഗത്തേക്ക് നമുക്ക് വരണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം തന്നെ 23-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം എന്താ പദ്ധതി എന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. രാത്രിയിൽ കർത്താവ് അന്നേരം നമ്മൾ മറക്കരുത്, ഇവിടെ എന്താണ്? പടയാളികൾ അവനെ കൊല്ലണമെന്ന് ആലോചിച്ചു. 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. എന്താണ്? രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. കണ്ടോ? ആരുടെ അടുക്കല? ഹലോ, പൗലോസിന്റെ അടുക്കൽ നിന്നു. ഇച്ചിരിയുടെ നമ്മുടെ വായിച്ച വാക്യത്തോട് കൂടി ചേർന്ന് ഇരിക്കുന്നവന്റെ അടുക്കൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഒറ്റയ്ക്കല്ല, നീ അവനോട് പറ്റിയിരുന്നാൽ നിന്റെ അടുക്കൽ വരുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞത് കണ്ടോ? അടുക്കൽ വന്നോ കേട്ടോ, ഒരു ശബ്ദം കേട്ടോ, ധൈര്യമായിരിക്കുക. ഒരു പ്രശ്നത്തിലാണ് ഇപ്പം പൗലോസ് ഇരിക്കുന്നത്. പക്ഷെ ആ പ്രശ്നത്തിന്റെ നടുവിൽ വന്നുകൊണ്ട് ദൂത് പറയുക, ധൈര്യമായിട്ടിരിക്കുക. ദൂതെന്താ? ധൈര്യമായിരിക്കുക. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകും. പ്രൈസ് ദി ലോർഡ്. ദൂത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നിന്നെ പിടിച്ച് പടയാളികൾ കൊണ്ടുപോകുമ്പോൾ മുന്നോട്ട് പോകാൻ വയ്യാതെ വന്നപ്പോൾ പടയാളികൾ പറയുക, ഈ കടലിൽ വെച്ച് തീർക്കണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, കേവലം ഒരു പടയാളിയുടെ വാക്കിന് മുമ്പ് തീരാനുള്ളതല്ല നിന്റെ ജീവൻ. ആത്മാവിനെ ഉള്ളിൽ തന്നവൻ പറഞ്ഞ വായ്ത്തത്തങ്ങൾ അനുഭവിച്ച് നീ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ പോകത്തുള്ളെന്ന് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ ഒന്നും പോകാനുള്ളതല്ല. ഞാൻ വായ്ത്തത്തങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വായ്ത്തത്തങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെട്ടതിന് ശേഷമേ ഞാൻ മരിക്കത്തുള്ളൂ. ഏതെല്ലാം പടയാളികൾ എവിടെയെല്ലാം എന്തെല്ലാം ആലോചന നടത്തിയാലും നീ രക്ഷപ്പെടും. കാരണം വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ ചോദിക്കും, എന്താ പാസ്റ്ററെ ഇത്ര ഉറപ്പോടുകൂടിയൊക്കെ പറയാനുള്ള കാര്യം? ഞാൻ 27-ലേക്ക് തന്നെ മടങ്ങി വരും. കണ്ടോ, എന്താണ് ദൂത് ഇവിടെ എന്താന്ന് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇരുന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവന്റെ അടുക്കൽ വന്നിട്ട് പറയുക, ഒരു ദൂത് പറയുക, നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതിന്റെ കൂട്ട് എവിടെയും സാക്ഷീകരിക്കും, റോമിലും സാക്ഷീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൂത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് പറയുന്നത്, ചിലരാലോചിച്ചിട്ട് പറയുന്നു, ഈ കടലിൽ വെച്ച് തീർക്കണം. ഇവൻ രക്ഷപ്പെടരുത്, നീന്തി രക്ഷപ്പെടരുത്, ഇവൻ ഇവിടെ കൊണ്ട് തന്നെ തീരണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞപ്പോൾ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകനുണ്ട്, ഇന്ന് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. അവൻ മൂത്തതാണ്, എൻ്റെ കുഞ്ഞുങ്ങളിൽ മൂത്ത കുഞ്ഞാണ്. 2 വയസ്സായപ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ വാറ്റത്തെ സന്തതിയാണ്. അവൻ ഉദരത്തിൽ, അവൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവനോടുള്ള വാറ്റത്വങ്ങൾ ദൈവം അറിയിച്ചിരിക്കുന്നത് വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വാഗ്ദത്തങ്ങൾ അവന് തന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 2 വയസ്സായപ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ്റെ മമ്മിയുടെ വീട്ടിൽ അവനും കുഞ്ഞും അവൻ്റെ അമ്മയും എല്ലാം കൂടെ പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ അവരെല്ലാം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആഹാരം കഴിച്ച സമയത്ത് അവനിങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ അവൻ്റെ വായിലോട്ടും ആ ആഹാരം ഇച്ചിരി വെച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ ആഹാരം ഇവൻ കഴിച്ചു. ഇങ്ങനെ കുഞ്ഞുങ്ങളല്ലേ, 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്തോ കഴിക്കുമെന്ന്. ഇങ്ങനെ ഞെരടി ചുള്ളിയൊക്കെ കൊടുത്തു. ഇതിങ്ങനെ അവൻ്റെതായ ഉള്ള പല്ല് കൊണ്ടൊക്കെ ഇങ്ങനെ ചവച്ച് അവൻ അതിനെ ഇറക്കി. അവൻ്റെ ഉദരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങി ആഹാരം അവന് പോയിസണായിട്ടങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്.
അവൻ ഒമറ്റി ചെയ്യാൻ തുടങ്ങി. അവന് ശാരീരിക അസ്വസ്ഥതകൾ അവനങ്ങ് വരുവാൻ തുടങ്ങി. അവർ കണ്ടു, പേടിച്ചു. അവൻ്റെ അങ്കിളും അവൻ്റെ അമ്മച്ചിയും കൂടെ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട് കാഷ്വാലിറ്റി കാണിച്ചു. ഡോക്ടറും അവൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് ഇവന് വെയിൻ കിട്ടുന്നില്ല, ഇവന് ഈ മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. ആ സന്ദർഭം കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ നേരെ ICUവിലോട്ട് അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ നിർബന്ധിച്ച് ICUവിൽ കയറ്റിയ ഡോക്ടർ അവന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവന് ഞരമ്പ് വെയിനൊക്കെ കണ്ടുപിടിച്ച് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. അവൻ്റെ സ്ഥിതി മാറിത്തുടങ്ങി, അവൻ്റെ ശരീരം തളർന്നു തുടങ്ങി, അവൻ്റെ ബലം ക്ഷയിച്ചു തുടങ്ങി, അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞു തുടങ്ങി. ICUവിൽ നിന്ന് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് അവൻ്റെ വല്യമ്മച്ചി അവൻ്റെ അങ്കിളിനെ വിളിച്ചിട്ട് പറയുകയാണ്, 7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയാം. വായ്ത്തത്തം കിടക്കുക. രണ്ടാമത്തെ വയസ്സിൽ തീർക്കാൻ പശാജ് പദ്ധതി വിടുക. നിങ്ങൾ എന്നോട് ഡോക്ടർ പറയേ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. കുഞ്ഞിനെ ICUലാക്കി. ICUവിൻ്റെ വാതിക്കൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരാ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം എടുത്തു. നേഴ്സുമാരോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന റൂം ഞങ്ങൾ എടുത്തു, ഇന്ന റൂമിലാണ്. അവൻ്റെ അങ്കിളും അവൻ്റെ വല്യമ്മച്ചിയും ആ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുഞ്ഞ് ICUവിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന ആത്മമണ്ഡലങ്ങളിലേക്ക് അങ്ങ് കയറി. ആത്മാവ് ആ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുക്കുവാൻ തുടങ്ങി. 10-13 കിലോമീറ്ററിന്റെ അപ്പുറത്തൊരു ദൈവദാസൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി തൻ്റെ ഭവനത്തിലിരിക്കുക. ആ ദൈവദാസനോട് ദൈവാത്മാവ് പറയുക, നിന്റെ ഉപവാസ പ്രാർത്ഥന നിന്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ ഇത്രാമത്തെ റൂമിലേക്ക് ചെല്ലാൻ. യെസ്, അനുഭവിക്കുന്നുണ്ടോ? ആ ദൈവദാസൻ തൻ്റെ ഭവനത്തിലെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. തൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് തനിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അഡ്രസ്സും പ്രകാരമുള്ള ഹോസ്പിറ്റലിലെത്തി. ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ദൈവം കാണിച്ചു കൊടുത്ത റൂമിൻ്റെ നമ്പറിലുള്ള വാതിലിലെത്തി. റൂമിൻ്റെ നമ്പറിലുള്ള വാതിലിൽ വന്ന് മുട്ടി. അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ വിചാരിച്ചു നേഴ്സായിരിക്കും കുഞ്ഞിന്റെ വിവരം പറയാൻ വന്നതാ. അവര് കതക് തുറന്നപ്പോൾ അവർക്ക് പരിചയമുള്ളൊരു ദൈവദാസൻ. എന്തായി എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ റൂമിൽ വന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. എന്താണ് വിഷയം? Praise the Lord. അവര് 3 പേരും കൂടിയിരുന്നു കൊണ്ട് ആ റൂമിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കേടുവരുത്താൻ നോക്കിയ ചിലതിന്റെ വായെ എന്റെ തമ്പുരാൻ അടയ്ക്കുവാൻ തുടങ്ങി. കരിച്ചു കളയുവാൻ നോക്കിയ ചില തീയുടെ ബലത്തെ എന്റെ തമ്പുരാൻ കെടുത്തുവാൻ നോക്കി. കൊന്നുകളയുവാൻ നോക്കിയ ചില പട്ടാളക്കാരുടെ വാക്കുകളെ, ശബ്ദത്തെ നിശബ്ദരാക്കുവാൻ നോക്കി. നിശബ്ദതയാക്കി. ആ പ്രാർത്ഥന 3 പേരും കൂടെ ആത്മമണ്ഡലങ്ങളിൽ പ്രാർത്ഥിച്ചു. ഇതൊക്കെ അനുഭവിച്ചവർക്ക് ഇതറിയത്തുള്ളൂ, ഇല്ലാത്തവരെയായിരിക്കും ഇതെന്താ വട ഈ മണ്ഡലമൊക്കെ. ആ പ്രാർത്ഥന ആത്മാവിലായി, ആ പ്രാർത്ഥന അന്യഭാഷകളിലായി. അവർക്ക് ഉച്ചരിച്ചു കൂടാത്ത ഭാഷകളിൽ ഞരക്കത്തിലും ആത്മാവിന്റെ നിറവിൽ ആ പ്രാർത്ഥനയായി മാറി. ആ പ്രാർത്ഥന ഏകദേശം മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശാന്തമായപ്പോൾ അടുത്ത ഒരു ശബ്ദം ഡോറിന്റെ വാതിലിൽ മുട്ടുന്നു. അവരെഴുന്നേറ്റ് കതക് തുറന്നു നോക്കിയപ്പോൾ ICUവിൽ നിന്ന് വന്ന നേഴ്സാ.
നിങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം പ്രാപിച്ചു, നിങ്ങളുടെ കുഞ്ഞ് വിടുതല പ്രാപിച്ചു. 7 മണിക്കൂർ കഴിഞ്ഞ് അവന്റെ അവസ്ഥയെ പറയാമെന്ന് പറഞ്ഞ ഡോക്ടർ പറയുകയാണ്, 7 മണിക്കൂർ കഴിഞ്ഞ് ഇവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോക്കോ. യെസ്, രക്ഷപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് കൊന്നു കളയുവാൻ ചില പട്ടാളക്കാർ ചില നിയമങ്ങൾ നിനക്ക് നേരെ പറഞ്ഞുണ്ടാക്കുമ്പോഴും നീ വിട്ടുകൊടുക്കരുത് കുഞ്ഞ്. നിന്റെ വായ്ത്തത്വത്തെ നീ മുറുകെ പിടിക്കട. പിശാചേ, എന്റെ വായ്ത്തത്വം വലുതാ, ഇവിടെ വെച്ച് തീർന്നു പോകാനുള്ളതല്ല. ഈ വായ്ത്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. നീതിമാന്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴത്തില്ല, 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 വാഴത്തില്ല. ഇന്ന് പകലക്കാല നീതിമാനായിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ അവകാശത്തിന്റെ മേൽ, നിന്റെ വാഴ്ചത്തിന്റെ മേൽ, നിന്റെ അധികാരത്തിന്റെ മേൽ, നിന്റെ വിഷയത്തിന് മേൽ ദുഷ്ടനാധിപത്യം ഇടുവാ എന്റെ ദൈവം അനുവദിക്കുകയില്ലോ. യെസ്, നീ ഡിഗ്രിക്ക് പഠിക്കുന്നു. മിടുക്കനായിട്ടല്ല, തമ്പുരാൻ പഠിപ്പിച്ചു കൊണ്ടുവന്നേ ഉള്ളൂ. മക്കളെ, നിങ്ങളാരും ഇവൻ്റെ ഹാൻഡ് റൈറ്റിങ് കണ്ടിട്ട് ഇവൻ പഠിക്കുന്ന സ്കൂളിലെ സാറുമാരെന്നും വിളിച്ച് കംപ്ലൈൻറ്റ് പറയാനുള്ള നേരം. എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവനും അറിയത്തില്ല, നോക്കുന്ന സാറന്മാർക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. ഡോക്ടർമാർ എഴുതിയ തുടക്കമെങ്കിലും ഉണ്ട്, പിന്നെ ഒരു പോക്ക് പോകുന്നതറിയാം. അതുപോലൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വലിയ പ്രയാസമായി. എഴുതുന്നത് ശരിയാകുന്നില്ലല്ലോ. എഴുതാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, അവൻ്റെ ഹാൻഡ് റൈറ്റിങ് അങ്ങനെ. എത്ര 4 ലൈൻ്റെ ബുക്ക് മേടിച്ചു കൊടുത്താൽ ഇവനിങ്ങനെ എഴുതത്തുള്ളൂ. കേർസീവ് ലെറ്ററിൽ ഒരു എഴുത്തങ്ങ് എഴുതുക. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കോവിഡ് വരുന്നത്. നമ്മളെല്ലാം പിടിച്ചില്ലേ കോവിഡ് വന്നപ്പോൾ ഞാൻ പിള്ളേർക്കെല്ലാം ഒരു ജോലി കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളെ ആദ്യം സദൃശ്യവാക്യം എഴുതണം. മൊത്തം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം. പിന്നെ സങ്കീർത്തനം എഴുതണം. പിന്നെ പുതിയ നിയമം എഴുതാൻ തുടങ്ങിക്കോണമെന്ന് പറഞ്ഞു. എന്ന് സ്കൂൾ തുറക്കുന്നോ അന്ന് വരെ എഴുതിക്കോണമെന്ന് പറഞ്ഞു. പ്രൈസലോ, ഇവൻ തിരുവചനം എഴുതാൻ അങ്ങ് തുടങ്ങി. അത് എഴുതത്തില്ല, മടിയനാ. പ്രൈസലോ, നിർബന്ധപ്രകാരം പ്രൈസലോ എഴുതാൻ തുടങ്ങി. ബുക്ക് മേടിച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കി കാണാതൊന്നും പഠിക്കണ്ടെന്ന് അങ്ങ് എഴുതിക്കോളാൻ പറഞ്ഞു. പ്രൈസലോ, ആദ്യം ഒരു അധ്യായം ഇംഗ്ലീഷ് എഴുതണമെന്ന് പറഞ്ഞു. പിന്നീട് ആ അധ്യായം തന്നെ മലയാളം എഴുതണമെന്ന് പറഞ്ഞു. പ്രൈസലോ, ഇവൻ എഴുതി വന്നപ്പോൾ തമ്പുരാൻ ഇവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ മാറ്റി. ഇവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ അങ്ങ് മാറ്റി. ഇവനിപ്പം എഴുതുന്നത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തന്നെ നോക്കി, ഇവൻ തന്നെയാണോ എഴുതിയതെന്ന്. നല്ലതാക്കി തമ്പുരാൻ മാറ്റി. നിന്റെ കുഞ്ഞിന് കഴിവില്ലെന്ന് കണ്ട് നീ തള്ളിക്കളയരുത്. നിന്റെ കുഞ്ഞിനെ നീ വചന പഠിപ്പിച്ചു തുടങ്ങ. നിന്റെ കുഞ്ഞിൻ്റെ അവസ്ഥകളെ തമ്പുരാൻ മാറ്റുക. കേടുവരുത്താൻ നോക്കി നിൽക്കുന്നതിൻ്റെ നടുവിൽ നിന്ന് അവന് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവം കഴിയും. പൗലോസേ, നിന്നെ ഞാൻ വിടുവിച്ചത് ഈ ഒരു പട്ടാളക്കാരന്റെ വാക്ക് നിമിത്തം കൊന്നു കളയാനല്ല. നിന്നെ ഞാൻ യെരൂശലേമിൽ നിന്ന് നിന്നെ വിടുവിച്ചത് റോമിലും എന്റെ സാക്ഷിയായിട്ട് നിർത്തുവാനാണ്. ഇന്നലത്തെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചത് വെറുതെയല്ല കുഞ്ഞ്, വെറുതെയല്ല. ഇന്നത്തെ പ്രശ്നത്തിനകത്ത് നിന്നെ തീർത്ത് കളയാനല്ല നിന്നെ വിടുവിച്ചത്. പിന്നെയോ നിന്നെ വിടുവിച്ചത് എന്റെ സാക്ഷ്യം വഹിക്കുവാൻ എന്റെ ഒരു പദ്ധതി എന്റെ ദൈവം ഇട്ടിട്ടുണ്ട്. ഈ രാത്രിയിൽ ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിക്ക്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിനത്തിൽ നമ്മൾ എത്തപ്പെട്ടപ്പോൾ പറയണം, ഈ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതലിന്റെ പ്രാർത്ഥനയായി മാറുകയാണ്. ഇന്ന് വിടുതൽ ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ അതൊരു നദി പോലെ ഒഴുങ്ങി തുടങ്ങുകയാണ്. ഓരോ കുടുംബത്തിലേക്ക് വിടുതൽ
വ്യാപരിക്കുകയാണ്. ഓരോ വ്യക്തികളിലേക്ക് വിടുതൽ വ്യാപരിക്കുകയാണ്. ലോകത്തിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥകളിൽ വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടനായവൻ ഒതുക്കിയ മണ്ഡലങ്ങളെ എന്റെ ദൈവമായ കർത്താവ് നിന്റെ ഭവനത്തെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കുകയാണ്. ഇന്ന് രാത്രി വിടുതലിന്റെ കരമിറങ്ങി വരികയാണ്. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുമെന്ന് മണിക്കൂറുകൾ പറയാൻ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രിയിൽ പറഞ്ഞ് വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതൊരു മരണത്തിൻ്റെ താഴ്വരയാണ് അവൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെയും അവൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ മുഖാമുഖം കണ്ടവനാണ്. ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോള് 2 പ്രാവശ്യം മരണത്തിനെ മുഖാമുഖം കണ്ടു. ഒക്കെ വയസ്സുകൾ തികയുന്നതിന് മുമ്പ്, അതായത് 5 വയസ്സ് പോലും എത്തുന്നതിന് മുമ്പ് അവൾ 2 പ്രാവശ്യം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവം തുണയായിട്ട് തന്നിരിക്കുന്ന എൻ്റെ കൂട്ടാളിയെ പ്രൈസ് ദി ലോർഡ്, ലോക വൈദ്യന്മാർ പറഞ്ഞു എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞ സാക്ഷ്യമൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ, എഴുന്നേറ്റ് നടക്കാതിരിക്കാനല്ല ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്, ഞാൻ എഴുന്നേൽപ്പിക്കുന്നവനാ, ഞാൻ എഴുന്നേൽപ്പിക്കുന്നവനാ, ഞാൻ എഴുന്നേൽപ്പിക്കുന്നവനാ. ഇന്ന് രാത്രി പറഞ്ഞ് വിടുവിക്കുവാൻ ദൈവം നിന്റെ കൂടെയുള്ളപ്പോൾ നിന്റെ അവസ്ഥയല്ല നീ വലുതായിട്ട് കാണുന്നത്, വിടുവിക്കുന്ന ദൈവത്തിന്റെ കര നീ കാണുവാൻ തുടങ്ങണ. ഇന്ന് രാത്രി പറഞ്ഞ് വിടുവിക്കുന്ന ദൈവത്തിന്റെ കര. പൗലോസേ, നിന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ കരമിറങ്ങി വരികയാണ്. ഞാൻ അവിടെ നിന്നും വേഗത്തിൽ മുന്നോട്ട് പോകുക കേട്ടോ. തടവുകാരും നീന്തി ഓടിപ്പോകാതിരിക്കേണ്ടത് അവനെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ആലോചന വലുതാണ്. അതിൻ്റെ അകത്ത് വാക്തത്വമുള്ളവനുണ്ട്. വാക്തത്വമുള്ളവനുള്ളത് കൊണ്ട് കൊല്ലണമെന്ന് തീരുമാനിച്ചു. ഒരാളുടെ ഹൃദയത്തിൽ തമ്പുരാന് കനിവ് തോന്നി, ഇവനെ കൊല്ലണ്ട, നീന്തി രക്ഷപ്പെടാൻ പറ്റുന്നവർ നീന്തി രക്ഷപ്പെട്ടു, പലകയിൽ പോകാൻ പറ്റുന്നവർ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് പെട്ടത് അടുത്ത ഒരു ദ്വീപിലാണ്. 28-ാമത്തെ അധ്യായം വായിച്ച് അതിൻ്റെ 3 തുടങ്ങി 6 വരെയും കൂടെ വായിച്ച് നമുക്ക് ഈ രാത്രിയിലെ സെഷൻ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. 28-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം തുടങ്ങി 6 വരെയുള്ള വാക്യം. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ, ആരാണ് കൊന്നുകളയുമെന്ന് പറഞ്ഞിടത്തു നിന്ന് രക്ഷപ്പെട്ടു വന്നവൻ കുറച്ച് വിറക് പിറക്കി. പ്രൈസ് ദി ലോർഡ്. കുറച്ച് വിറക് പിറക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിറക് പിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം, കണ്ടോ, അണലി ചൂട് നിമിത്തം പുറപ്പെട്ട്, അന്നേരം ഈ വിറകെ പറ്റി പിടിച്ചതായിരിക്കും. വിറക് എടുത്തപ്പോഴല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ തണുത്തിരിക്കുന്ന വിറകിൻ്റെ അകത്തുനിന്ന് പറയും. ഇത് വിറകെ പറ്റി പിടിച്ചതാ. അകത്ത് എന്ന് ചൂട് തട്ടിയപ്പോൾ അവൻ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. വന്നിട്ട് ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് കടിച്ചു തൂങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൈക്കു പറ്റി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഇതുപോലെ ചിലതൊക്കെ നമ്മളെ ഇല്ലാതെയാക്കാൻ പറ്റിപ്പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറ്റിപ്പിടിക്കുകയാണ്. ഇതുപോലൊക്കെ നമ്മുടെ കൈക്ക് പിടിക്കാൻ, ഇല്ലാതെയാക്കാൻ. എന്താ പൗലോസേ, നിന്നോട് മാത്രം ഇത്ര പോരാട്ടം? പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ ചിന്തിക്കത്തില്ല, അയ്യോ ഞങ്ങളുടെ പാസ്റ്റർക്ക് മാത്രം കുടുംബത്തിന് തന്നെ ഇത്ര പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കുള്ള വാക്തത്വമല്ലെന്ന് ദൈവദാസനുള്ളത്, നിങ്ങൾക്കുള്ള ശുശ്രൂഷയല്ലെന്ന് ദൈവദാസനുള്ളത്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിഞ്ഞു കൊള്ളണം. എത്രയോ പേരുണ്ട് ഈ പടകിൽ നിന്ന് വന്നവർ. 275 പേരില്ലേ? ആ ദ്വീപിലുണ്ടായിരുന്നവരില്ലേ? അവിടുത്തെ ശതാധിപനില്ലേ? അവിടുത്തെ ആൾക്കാരില്ലേ? ഇവരുടെ ഒന്നും കൈക്ക് പിടിക്കാതെ പൗലോസിന്റെ കൈക്ക് തന്നെ പിടിച്ചതെന്താ? പ്രൈസ് ദി ലോർഡ്. വാക്തത്വം നിവൃത്തീകരിക്കരുത്. എന്നിട്ട് കൈക്ക് പറ്റി. അടുത്തത്, ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത്
ബർബർമാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ. Praise the Lord. നമ്മുടെ അവസ്ഥയുടെ ഇടയ്ക്ക് ഞാൻ പറയുക, അയ്യോ ഞങ്ങളുടെ ആ പുള്ളിക്കാരുണ്ടല്ലോ, ദൈവദാസനുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കുടുംബമുണ്ടല്ലോ, എന്നും അങ്ങ് പ്രാർത്ഥനയാണ്, എന്നും അങ്ങ് ഉപവാസമാണ്, പക്ഷേ അവരുടെ വീട്ടിലെ പ്രശ്നം തീരുന്നില്ലല്ലോ. അവരുടെ വീട്ടിലെ പ്രശ്നം തീരുന്നില്ലല്ലോ. അതെന്താ പ്രശ്നം തീരാത്തത്? ഈ പ്രാർത്ഥനയൊക്കെ കാണിക്കുന്നതേ ഉള്ളായിരിക്കുമെന്ന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട്. പ്രൈസലോ അല്ലേ? അങ്ങനെ ഇന്ന് മാത്രം കമന്റ് അടിച്ചിട്ടുണ്ട്. കമന്റ് അടിച്ചിട്ടല്ലേ ഇന്നും വന്നിരിക്കുന്നത്? പ്രൈസലോ. എന്നും അങ്ങ് ഉപവാസ പ്രാർത്ഥന, എന്നും അങ്ങ് ശുശ്രൂഷ, എന്നും അങ്ങ് പോക്ക. പ്രൈസലോ. പക്ഷേ ഇവർക്ക് മാത്രമേ പ്രശ്നം. ഞങ്ങളിങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞതിൻ്റെ കൂട്ട് ഔൺസ് കണക്കിനുള്ളവരാണ്. അവർ പറഞ്ഞിട്ട് ഇച്ചിരി 20 ml 5 ml 10 ml എന്നൊക്കെ പറഞ്ഞില്ലേ, ഇച്ചിരി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. അത് കഴിക്കുന്ന ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതങ്ങ് ഉപവാസ പ്രാർത്ഥന തന്നെ, ഉപവാസ പ്രാർത്ഥന തന്നെ, ഉപവാസ പ്രാർത്ഥന, ഇതങ്ങ് ശുശ്രൂഷ തന്നെ. പക്ഷേ ഈ പ്രശ്നം ഇവരോടല്ല. അന്നേരം ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, എന്തോ ഒരു കുഴപ്പമുണ്ടോ. കുഞ്ഞ കുഴപ്പം വേറൊന്നുമല്ല, ഇവർക്കറിയത്തില്ല ഒരു രാത്രിയിൽ ദൂതൻ നിന്നോട് പറഞ്ഞ ദൂത്. ഇത് നിവൃത്തീകരിക്കരുത്, ഇത് പൂർത്തീകരിക്കരുത്. പൂർത്തീകരിച്ചാൽ ആലോചനയിൽ തന്ന ദൈവത്തിന്റെ നാമം ഉയരും. ഒരിടത്തും അവന്റെ നാമം ഉയർത്താതിരിക്കാൻ വേണ്ടി അവൻ പല പദ്ധതികൾ ഒരുക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഉയർത്തുവാൻ ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് പറഞ്ഞത് കണ്ട അടുത്ത വാക്യം, അടുത്ത സെന്റൻസ് പറയുന്നത് എന്താണ്? അടുത്ത സെന്റൻസ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും. അന്നേരം രക്ഷപ്പെട്ടത് എങ്ങനാ? കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ, നിസ്സാരമായിട്ട് പ്രയാസപ്പെട്ട് രക്ഷപ്പെട്ടതാ അല്ലേ? നമ്മൾ പറയത്തില്ലേ പ്രയാസപ്പെട്ട്. എങ്ങനെ? പ്രയാസത്തോട് രക്ഷപ്പെട്ടതാ. രക്ഷപ്പെട്ട് കേറിയിട്ടും, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കത്തില്ല. ഉണ്ടോ? സമ്മതിക്കാത്തത് ചിലതുണ്ട്. ഈ ആലോചന മനസ്സിലാകുന്നുണ്ടോ? ഇത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞ സമയമില്ല. അന്നേരം എന്തുണ്ട് പക്ഷേ? സമ്മതിപ്പിക്കാത്തത് ചിലതുണ്ട്. എന്താ സമ്മതിപ്പിക്കാത്തത്? ആലോചന പൂർത്തീകരിക്കരുതെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാത്ത ചിലത് കടിച്ചു തൂങ്ങിയിട്ടുണ്ട്. അതിന് എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? അടുത്ത വായിച്ച്. സമ്മതിക്കുന്നില്ല. അവനോ ആ ജന്തുവിനെ, ഏത് ജന്തുവിനെ? സമ്മതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ജന്തുവിനെ, ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ ജന്തുവിനെ, വളരാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ ജന്തുവിനെ, കേട് വരുത്താൻ നോക്കിയ ജന്തുവിനെ എന്ത് ചെയ്യുക? തീയിൽ കുടഞ്ഞു കളഞ്ഞു. ചിലതിനെ നീ കുടഞ്ഞു കളയണം. കടിച്ചു തൂങ്ങിയതുമായിട്ട് ഇന്ന് രാത്രിയിൽ ആരും പോകരുത്. കുടഞ്ഞു കളയണമെങ്കിൽ നിന്റെ അകത്തൊരു അഭിഷേകം വേണം. അഭിഷേകം വരണമെങ്കിൽ നീ അത്യുന്നതനോട് പറ്റിയിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിൽ പറഞ്ഞ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുന്ന ദൈവം. നോക്കിക്കേ, ആ ജന്തുവിന്റെ കയ്യിൽ നിന്നോ, കടലിൽ നിന്നോ, നോക്കി നിന്ന ജനത്തിന്റെ നടുവിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം. എന്നിട്ട് പറഞ്ഞ എന്താ? കുടഞ്ഞു കളഞ്ഞു. ആ അടുത്ത സെന്റൻസ് നോക്കിക്കോണേ. കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അന്നേരം ഇവന്റെ നോട്ടം എന്തായിരുന്നു? ദോഷം വരുത്താനായിരുന്നു. ദോഷം വരുത്താൻ. പല ദോഷങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം. ഇരിപ്പ് ശരിയല്ല, നിപ്പ് ശരിയല്ല, വീട് വെച്ചതൊത്തില്ല, വീടിന്റെ
ഷേപ്പൊത്തില്ല, അതുകൊണ്ടൊക്കെ ഈ ദോഷം വന്നു അല്ലേ? അല്ല കുഞ്ഞേ, ഇന്ന് രാത്രിയിൽ പറഞ്ഞു, എവിടെയാണെങ്കിലും നീ അവനോട് പറ്റിയിരുന്നാൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. എവിടെയാണെങ്കിലും നീ അവനോട് പറ്റിയിരുന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പോയിന്റ് ഒന്നും തീരുന്നതേ ഉള്ളൂ, തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുവദിച്ച ദൈവത്തിൻ്റെ പദ്ധതി എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളെ മുഖാമുഖം കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ എന്തായിരുന്നു? അതോടൊന്ന് ഒന്ന് ധൈര്യപ്പെട്ടിട്ട് നമുക്ക് പോവാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ എന്താ? വിടുവിക്കുന്ന ദൈവം. എവിടെ നിന്നൊക്കെ വിടുവിച്ചതായിട്ട് നമ്മൾ ചിന്തിച്ചു? എവിടെ നിന്നൊക്കെയായിരുന്നു വിടുവിച്ചത്? പ്രൈസ് ദി ലോർഡ്. അയ്യോ, മറന്നുപോയോ? ഈ രാവിലെ തുടങ്ങി ചിന്തിച്ചില്ലേ? എവിടെ നിന്നൊക്കെ വിടുവിച്ചു? പ്രൈസ് ദി ലോർഡ്. തീക്കകത്തു നിന്ന് വിടുവിച്ചു. അടുത്തത് സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചു. അടുത്തത് പ്രൈസ് ദി ലോർഡ് കടലിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു. അടുത്തത് പ്രൈസ് ദി ലോർഡ് ചില ദോഷം വരുത്തുന്ന ജന്തുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഈ വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം നീ പറ്റിയിരുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പറ്റിയിരുന്നത് കൊണ്ടാണ്. ഇനി താഴോട്ടുള്ള അനുഗ്രഹം എന്താണ്? 4 അനുഗ്രഹം കൂടെ ഒന്ന് വായിച്ചേക്കാം, നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് പറ്റിയിരുന്നാൽ, എന്നിട്ട് ഇത്രയും മനസ്സിലായോ? ഇനി അടുത്തത് എന്താ? പറ്റിയിരുന്നാൽ എന്ത് കിട്ടും എനിക്ക്? പ്രൈസ് ദി ലോർഡ്. നീ പറ്റിയിരുന്നാൽ നിനക്ക് എന്നെ കിട്ടും? ഉയർച്ച കിട്ടും. ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഉയർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഒന്നും നിനക്ക് അനുകൂലമില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്നെ ഉയർത്താൻ വിശ്വസ്തനാണ്. അടുത്തത് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. ആരോട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതിരിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. ഇന്ന് രാത്രി നീ അത്യുന്നതനോട് ചോദിര്, അവൻ ഉത്തരം തരും. വചനം ഇങ്ങനല്ലേ പറഞ്ഞത്? അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാ എന്ന് പറഞ്ഞാൽ നിനക്ക് ഉത്തരം പറഞ്ഞു തരാ. 10ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കൊച്ചിനെ +2 പോകുകയാണ്. സയൻസ് എടുക്കണമോ കൊമേഴ്സ് എടുക്കണോ എന്തെടുക്കണമെന്ന് അറിയത്തില്ല. നീ ആലോചന ചോദിര്, വ്യക്തമായിട്ടുള്ള ആലോചന തരാ. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എന്ത് പഠിപ്പിക്കണോ അത് പഠിപ്പിക്കാനാണ് ആഗ്രഹം, പക്ഷെ സാമ്പത്തികമില്ല. ഇത് പഠിപ്പിക്കാനാണ് എങ്കിൽ അഡ്മിഷൻ കിട്ടത്തില്ല. പല പല കാര്യങ്ങളാണ്. അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. നീ ആലോചന അവനോട് ചോദിര്, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ഉത്തരം തരും. വിവാഹപ്രായമായി കുഞ്ഞുങ്ങള്, അവർക്ക് വിവാഹം കഴിപ്പിച്ചു വിടണം. ഏതാണ് വരുന്നത്? ഒന്ന് വന്നു. അതൊക്കെ നിൽക്കുമ്പോൾ ആയിരിക്കും അടുത്തതൊന്ന് വന്നത്. അത് വേണോ ഇത് വേണോ അത് വേണോ എന്നുള്ള ചിന്തയിൽ നടക്കുന്നത്. അതും ഇതുമുള്ള ചിന്തയല്ല നിന്റെ ഹൃദയത്തിൽ വരേണ്ടത്. ഉത്തരം തരുന്ന ദൈവത്തോട് ചോദിക്കണം, ഇതിലേതാണ് എൻ്റെ കുടുംബത്തിന് വേക്ക് വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അന്നേരം ഉത്തരം തരുന്ന ഒരു ദൈവം. മനുഷ്യരൊക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങള് നീ അവനോട് പറ്റിയിരുന്നാൽ അവൻ നിനക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറഞ്ഞു കേട്ടോ. 4ാമത്തെ കാര്യം എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. കൂടെയിരിക്കുന്ന ദൈവം. എവിടെ കൂടെയിരിക്കുന്ന ദൈവമാണ്? എപ്പോഴാണ് കൂടെയിരിക്കുന്നത്? ഞാൻ രാവിലെ ഒന്ന് ഓടിച്ചു പറഞ്ഞു, നിനക്ക് സമ്പത്തുള്ളപ്പോൾ, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് പദവിയുള്ളപ്പോൾ, നിനക്ക് പ്രൗഢിയുള്ളപ്പോൾ, നിനക്കെല്ലാം ഉള്ളപ്പോൾ കൂടെയിരിക്കുവാൻ ഒത്തിരി പേരുണ്ടായെന്ന് വന്നേക്കോ. പക്ഷേ നിനക്കൊരു കഷ്ടകാലം വരുമ്പോൾ കൂടെ ഇരുന്നവനൊക്കെയും അകന്നു മാറിക്കൊണ്ടേയിരിക്കുക. കൂടെ ഇരുന്നവനൊക്കെയും അകന്നു മാറിക്കൊണ്ടേയിരിക്കുക. കൂടെ ഇരുന്നവനൊക്കെ അകന്നു മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പറയുന്നു, നീ അത്യുന്നതനോട് പറ്റിയിരുന്നാൽ, നീ ഏത് കഷ്ടതയുടെ നടുവിലാണെങ്കിലും നിന്റെ കൂടെ അവൻ ഇരിക്കുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല കുഞ്ഞ്. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അത് കാരാഗ്രഹത്തിലാണെങ്കിൽ കൂടെ ഇരിക്കുക. അത് സിംഹത്തിന്റെ ഗുഹയാണെങ്കിൽ കൂടെ ഇരിക്കുക. അത് തീയാണെങ്കിൽ കൂടെ ഇരിക്കുക. അത് വെള്ളമാണെങ്കിൽ കൂടെ ഇരിക്കുക. നീ ഭയപ്പെടേണ്ട. എന്റെ ദൈവത്തിന്റെ ജനമേ, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. അടുത്തത് 5ാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്?
തൃപ്തി തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ തൃപ്തി തരുന്നതാണ്? ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുന്നത്. അന്നേരമാണ് ആയുസ്സിന്റെ മധ്യത്തിൽ വെച്ച് തീർത്ത് കളയാൻ അവൻ പദ്ധതിയിട്ടത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാ, നീ അങ്ങനെ തീരത്തില്ല. തീരാനല്ല തമ്പുരാൻ പത്തിഴയിട്ടത്. നീ അവനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമേ നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിച്ചതിന് ശേഷമേ നിന്റെ പ്രാണൻ നിന്റെ ദേഹം വിട്ടുപോകത്തുള്ളൂ. കണ്ണുകളടയട്ടെ. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ ഇന്ന് തീരുകയില്ല. സമയം വളരെ മുമ്പോട്ട് പോയി. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പേ നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ? വചനം കേട്ടുപോകരുതേ. വചനം കേട്ടുപോകരുതേ. വചനം ഇന്ന് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ അവനോട് കൂടെ ഇരിക്കുകയാണ്, അവനോട് പറ്റിയിരിക്കുകയാണ്. ഓ, ഇന്ന് രാത്രിയിൽ വിടുവിക്കാൻ വേണ്ടി അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് ആര് വിടുതൽ തരും? നിന്നെ വിടുവിക്കാനാ കുഞ്ഞെ. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വന്നു. നാശകരമായ കുഴിയിൽ നീ കുഴഞ്ഞു നടന്നപ്പോൾ, ചേറ്റിൽ നീ താണുപോയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കരത്തിൽ പിടിക്കാൻ ആരുമില്ലായിരുന്നു. പാപത്തിൽ നീ ആണ്ടുപോയപ്പോൾ, താണുപോയപ്പോൾ, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനാണ് അവൻ കാൽവറി ക്രൂശിൽ യാഗമായി. അവനാണ് ഇന്ന് രാത്രിയിൽ നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അവനാണ് നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്നത് വെറുതെയല്ല. എന്നെ വിടുവിക്കുന്ന രക്ഷകനെ കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്നെ വിടുവിക്കുന്ന രക്ഷകനെ കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്നെ വിടുവിക്കുന്ന രക്ഷകനുമായിട്ടാണ് ഞാൻ മടങ്ങി പോകുന്നത്. അവൻ അത്യുന്നതനാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ ആത്മാവാണ്, അവൻ നീതിയാണ്. ആ രക്ഷകന്റെ കരം വെളിപ്പെടുകയാണ്. ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുത്ത് ചില മിനിറ്റുകൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ ദൈവമേ, ഈ കഴിഞ്ഞ പകലിലും ഈ രാത്രിയിലും കേൾപ്പിച്ച വചനം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് തൊടുകയായിരുന്നു. ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ടും, മാസങ്ങളായിട്ട് വേദനയിൽ നിന്ന് വേദനയിലേക്ക് ഞാൻ കടന്നുപോയി. എന്നെ വിടുവിക്കുവാൻ ആരുമില്ലയോ എന്ന് ചോദിച്ച ദിവസങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ. ആരും എനിക്കൊരുത്തരം തരാതിരുന്നപ്പോ ഇന്ന് രാത്രിയിലും കഴിഞ്ഞ പകലിലുമായിട്ട് വചനം എനിക്ക് ഉത്തരം തന്നു. ഉത്തരം എന്താണെന്നറിയാമോ? അത്യുന്നതനോട് നീ അടുത്ത് ചെന്ന അവൻ എന്നോട് പറ്റിയിരുന്ന വിടുവിക്കുന്ന ഒരു കരമുണ്ട്. ആ കരം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കരം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ പിറവിയിലെ കുരുടനായ മനുഷ്യനാണ് എങ്കിൽ, നിന്നോട് പലരും എന്ന് പറഞ്ഞാൽ, ആ കരം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കരം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആ വിടുതലിന്റെ കരം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ കരങ്ങളെ തട്ടിക്കൊണ്ട് ആ ദൈവത്തിന് ഒരു പാട്ടുപാടി മഹത്വം കൊടുക്കാം. യെസ്, കർത്താവിൻ്റെ ദാസൻ ഇവിടെ പാട്ടുപാടുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം മാറി ഏകാഗ്രത ഹൃദയത്തോടുകൂടി
എൻ്റെ ദൈവമേ, ആ സാന്നിധ്യം, ആ വിടുതലിൻ്റെ രക്ഷകന്റെ കരം, എന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞവൻ്റെ ശബ്ദം ഞാൻ അവനോട് അടുത്ത് വരിക, അവൻ എന്നോടും അടുത്ത് വരും. ആ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞാൻ അനുഭവിക്കട്ടെ. ഞാൻ ആൾ മാറിയവനെ പോലെയാകട്ടെ. ഇന്ന് രാത്രിയിൽ ആ ശബ്ദം കേൾക്കുവാൻ സ്വർഗം നമുക്ക് കൃപ തരട്ടെ, അതിനുള്ള ബലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ, ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.